നിങ്ങൾ പറഞ്ഞ കാര്യത്തോട് എനിക്ക് യോജിപ്പില്ലായിരിക്കാം. പക്ഷേ അങ്ങനെ പറയാനുള്ള നിങ്ങളുടെ അവകാശത്തിനു വേണ്ടി മരിക്കാൻ പോലും ഞാൻ തയ്യാറാണ്. ഫ്രഞ്ച് ചിന്തകനായ വോൾട്ടയറുടെ ഈ വാക്കുകൾ അഭിപ്രായ സ്വാതന്ത്ര്യത്തിന്റെ അടിസ്ഥാന പ്രമാണമായി കണക്കാക്കപ്പെടുന്നു. സമത്വം, സ്വാതന്ത്ര്യം, സാഹോദര്യം എന്നീ മൂല്യങ്ങൾ അടിസ്ഥാനമാക്കി പടുത്തുയർത്തപ്പെട്ട ആധുനിക ഫ്രഞ്ച് രാഷ്ട്രത്തിന്റെ ഭരണഘടന അഭിപ്രായ സ്വാതന്ത്ര്യത്തിന്റെ പരമപ്രാധാന്യം ഉദ്ഘോഷിക്കുന്നതിന് ഒരു നൂറ്റാണ്ടു മുമ്പ് ജീവിച്ചയാളാണ് വോൾട്ടയർ. അഭിപ്രായ സ്വാതന്ത്ര്യം ജീവവായു പോലെ കരുതുന്ന ഫ്രാൻസിൽ ഒരു കാർട്ടൂൺ പ്രസിദ്ധീകരിച്ചതിന് അത് വന്ന വാരികയുടെ ഓഫീസിൽ കയറി 12 പേരെ വെടിവെച്ചു കൊന്നത് പരിഷ്കൃത ലോകത്തെ ഞെട്ടിച്ചു. ഷാർലി എബ്ദോ എന്ന ആക്ഷേപഹാസ്യ വാരികയുടെ പാരീസിലെ ഓഫീസിൽ പട്ടാപ്പകൽ നടന്ന കൂട്ടക്കുരുതി തീവ്രവാദ ചരിത്രത്തിലെ ഏറ്റവും നികൃഷ്ടമായ ഏടുകളിലൊന്നായി മാറി. ഫ്രാൻസിൽ ജനിച്ച അൾജീരിയൻ വംശജരായ സെയ്ദു കാഷി, ഷെരീഫ് ഖ്വാഷി എന്നീ സഹോദരന്മാരാണ് കൂട്ടക്കൊല നടത്തിയത്. അൽ ഖ്വയ്ദ അറേബ്യൻ പെൻസുല ഗ്രൂപ്പിൽപ്പെട്ടവരായിരുന്നു ഇരുവരും. സംഭവം നടന്ന് 2 ദിവസത്തിനു ശേഷം ജനുവരി 9 പിടികൂടാനുള്ള ശ്രമത്തിനിടയിൽ ഇരുവരെയും പോലീസ് വെടിവെച്ചു കൊന്നു. വാർത്തകളും വിമർശനങ്ങളും ആക്ഷേപഹാസ്യ ലേഖനങ്ങളും കാർട്ടൂണുകളും പ്രസിദ്ധീകരിക്കുന്ന ഫ്രഞ്ച് വാരികയാണ് ഷാർലി എബ്ദോ. വീക്ക്ലി എന്നാണ് എബ്ദോ എന്ന ഫ്രഞ്ച് വാക്കിനർത്ഥം. ആരെയും കൂസാത്തതും എന്നാൽ ആരോടും പകയില്ലാത്തതുമായ പത്രപ്രവർത്തന ശൈലിയാണ് ഷാർലി പിന്തുടർന്നത്. തികഞ്ഞ മതേതരത്വവും ഒരു പരിധിവരെ മതനിരാസവും അവരുടെ മുഖമുദ്രയായിരുന്നു. ഓരോരോ സംഭവങ്ങളുമായി ബന്ധപ്പെട്ട് ക്രൈസ്തവ സഭകളെയും യഹൂദ മതത്തെയും ഇസ്ലാം മതത്തെയും വിമർശിക്കുന്ന ലേഖനങ്ങൾ വാരിക പ്രസിദ്ധപ്പെടുത്തി. എല്ലാ മതങ്ങളെയും ഒരുപോലെ വിമർശിക്കും എന്നതായിരുന്നു അതിന്റെ നയം. കാർട്ടൂണുകൾ ഷാർലിയുടെ ഒരു പ്രധാന വിഭവമായിരുന്നു. അതിലൂടെ വിമർശനത്തിന്റെ കൂരമ്പുകൾ തൊടുത്തുവിട്ടു. തുറന്ന മനസ്ഥിതിയുള്ള സഹൃദയർ ഷാർലിയിലെ കാർട്ടൂണുകളും ലേഖനങ്ങളും നന്നായി ആസ്വദിച്ചു. വിവാദങ്ങൾ ക്ഷണിച്ചുവരുത്താൻ ഷാർലി എബ്ദോ മടിച്ചിരുന്നില്ല. ഡെൻമാർക്കിലെ ജില്ലൻസ് പോസ്റ്റൺ എന്ന പത്രം 2005 സെപ്റ്റംബർ 30 പ്രവാചകനെക്കുറിച്ചുള്ള ഏതാനും കാർട്ടൂണുകൾ പ്രസിദ്ധീകരിച്ചത് വിവാദമായപ്പോൾ ഷാർലി അത് പുനഃപ്രസിദ്ധീകരിച്ചു. ഇതിന്റെ പേരിൽ ചില ഇസ്ലാമിക് ഗ്രൂപ്പുകൾ വാരികക്കെതിരെ അപകീർത്തി കേസ് കൊടുത്തെങ്കിലും കോടതിയിൽ അത് നിലനിന്നില്ല. 2011 നവംബർ 2 ഇറങ്ങിയ ഷാർലി ലക്കത്തിന്റെ മുഖചിത്രം പ്രവാചകന്റെ കാരിക്കേച്ചർ ആയിരുന്നു. ശരിയത്ത് നിയമങ്ങളെ പരിഹസിച്ച് ശരിയ എബ്ദോ എന്ന ശീർഷകവും അന്നത്തെ ലക്കത്തിന് നൽകി. ഇതേ തുടർന്ന് ഷാർലിയുടെ ഓഫീസിലേക്ക് തീപ്പന്തം എറിഞ്ഞ് ആക്രമണമുണ്ടായി. വാരികയുടെ വെബ്സൈറ്റ് ഹാക്ക് ചെയ്യപ്പെട്ടു. 2012 സെപ്റ്റംബറിൽ ഇന്നസെൻസ് ഓഫ് മുസ്ലിംസ് എന്ന പേരിൽ ഒരു ഹ്രസ്വചിത്രം പുറത്തിറങ്ങിയപ്പോൾ അതിനെതിരെ പശ്ചിമേഷ്യയിലും ദക്ഷിണേഷ്യയിലും ഉത്തര ആഫ്രിക്കയിലും വലിയ പ്രതിഷേധങ്ങൾ അരങ്ങേറി. ഈജിപ്ത്, യമൻ, ടുണീഷ്യ തുടങ്ങിയ രാജ്യങ്ങളിലെ അമേരിക്കൻ എംബസികൾ ആക്രമിക്കപ്പെട്ടു. ചെന്നൈയിലെ US കോൺസുലേറ്റിനു നേരെയും ആക്രമണമുണ്ടായി. പാകിസ്ഥാനിലും അഫ്ഗാനിസ്ഥാനിലും പ്രതിഷേധത്തെ തുടർന്നുണ്ടായ അക്രമ സംഭവങ്ങളിൽ നിരവധി പേർ മരിച്ചു. 20 മുസ്ലിം രാജ്യങ്ങളിലെ എംബസികളും കോൺസുലേറ്റുകളും അടച്ചിടാൻ ഫ്രാൻസ് നിർബന്ധിതമായി. ഇതേ തുടർന്ന് ഷാർലി എബ്ദോയിൽ കാർട്ടൂണുകൾ വീണ്ടും പ്രത്യക്ഷപ്പെട്ടു. ഷാർലിയുടെ ഓഫീസ് ആക്രമിക്കപ്പെട്ടേക്കുമെന്ന് സൂചന ലഭിച്ചതോടെ പോലീസ് കാവൽ ഏർപ്പെടുത്തി. സ്റ്റെഫാനി ഷാർബോണിയെ എന്ന കാർട്ടൂണിസ്റ്റായിരുന്നു 2009 മുതൽ ഷാർലി എബ്ദോയുടെ പബ്ലിക്കേഷൻസ് ഡയറക്ടർ.
വിമർശനങ്ങളിൽ മയം കാണിക്കേണ്ടതില്ല എന്ന നിലപാടുകാരനായിരുന്നു അദ്ദേഹം. തീവ്രവാദി സംഘടനയായ അൽ ഖ്വയ്ദ 2013 തങ്ങളുടെ മോസ്റ്റ് വാണ്ടഡ് ലിസ്റ്റിൽ ഷാർബോണിയയുടെ പേര് ഉൾപ്പെടുത്തി. ഡാനിഷ് പത്രം ജില്ലൻസ് പോസ്റ്റനിലെ കാർട്ടൂണിസ്റ്റ് കർട്ട് വെസ്റ്റർഹാഡ്, എഡിറ്റർ ഇൻ ചീഫ് കാർസ്റ്റൻ ജസ്റ്റെ, എഡിറ്റർ ഫ്ലെമിംഗ് റൂസ് എന്നിവരും ഈ ലിസ്റ്റിൽ ഉണ്ടായിരുന്നു. വെസ്റ്റർഹാഡിനെതിരെ നിരവധി ആക്രമണങ്ങളുണ്ടായി. പിന്നീട് ജീവിതകാലം മുഴുവൻ അദ്ദേഹത്തിന് പോലീസ് സംരക്ഷണയിൽ കഴിയേണ്ട സ്ഥിതി വന്നു. ജില്ലൻസ് പോസ്റ്റനിൽ ആക്രമണം നടത്താൻ തുനിഞ്ഞ 3 പേർ നോർവേയിൽ അറസ്റ്റിലായി. പത്രത്തിനെതിരെ ആക്രമണം ആസൂത്രണം ചെയ്ത ഡേവിഡ് കോൾമാൻ ഹെഡ്ലി എന്ന ദാവൂദ് സെയ്ദ് ഗിലാനി, തഹാവൂർ ഹുസൈൻ റാണ എന്നിവർ 2013 അമേരിക്കയിൽ ശിക്ഷിക്കപ്പെട്ടു. നിരവധി ഭീകരാക്രമണ കേസുകളുമായി ബന്ധപ്പെട്ട് 35 വർഷത്തെ തടവിന് ശിക്ഷിക്കപ്പെട്ട ദാവൂദ് സെയ്ദ് ഗിലാനി 2008 മുംബൈ ഭീകരാക്രമണത്തിന്റെ ആസൂത്രകരിൽ ഒരാളാണ്. പാകിസ്ഥാൻ സൈന്യത്തിൽ ജോലി ചെയ്ത ശേഷം കനേഡിയൻ പൗരത്വം നേടിയ താഹാവൂർ റാണ മുംബൈ ഭീകരാക്രമണ കേസിൽ അറസ്റ്റിലായെങ്കിലും കോടതിയിൽ കുറ്റം തെളിയിക്കാനായില്ല. ഫ്രാൻസിൽ മതനിന്ദ നേരത്തെ കുറ്റമായിരുന്നു. 1830 ഫ്രഞ്ച് റിപ്പബ്ലിക്കും കത്തോലിക്ക സഭയും തമ്മിലുള്ള ഔദ്യോഗിക ബന്ധം വേർപെടുത്തിയതിനെ തുടർന്ന് മതനിന്ദാ നിയമത്തിന് നിലനിൽപ്പില്ലാതായി. ഫ്രാൻസിൽ കത്തോലിക്ക വിശ്വാസികളാണ് കൂടുതലുള്ളതെങ്കിലും രാഷ്ട്രവ്യവഹാരത്തിൽ നിന്നും മതത്തെ അകറ്റി നിർത്തുന്ന സമീപനം സ്വീകരിക്കപ്പെട്ടു. പൊതുസ്ഥാപനങ്ങളിലും ഔദ്യോഗിക ചടങ്ങുകളിലും മതചിഹ്നങ്ങൾ പരസ്യമായി പ്രദർശിപ്പിക്കുന്നത് തടയുന്ന നിയമങ്ങൾ 2004 2015 ഉണ്ടായി. വ്യക്തികളുടെ സ്വകാര്യതയെയും മാന്യതയെയും സംരക്ഷിക്കാൻ ഉതകുന്ന അപകീർത്തി നിയമങ്ങൾ ഫ്രാൻസിലുണ്ട്. എങ്കിലും ഗ്രന്ഥകർത്താക്കൾക്കും മാധ്യമപ്രവർത്തകർക്കും കാർട്ടൂണിസ്റ്റുകൾക്കുമൊക്കെ പൊതുപ്രവർത്തകരെയും അഭിനേതാക്കളെയും മതനേതാക്കളെയും വിമർശിക്കാനുള്ള സ്വാതന്ത്ര്യം അഭിപ്രായ സ്വാതന്ത്ര്യത്തിന്റെ പരിധിയിൽ ഉൾപ്പെടുത്തി. അതേസമയം ഫ്രാൻസ് ഉയർത്തിപ്പിടിക്കുന്ന മതസഹിഷ്ണുത, അഭിപ്രായ സ്വാതന്ത്ര്യം തുടങ്ങിയ ഉന്നത മൂല്യങ്ങൾ അതേ അളവിൽ ഉൾക്കൊള്ളാനോ അവരുമായി താദാത്മ്യം പ്രാപിക്കാനോ ആഫ്രിക്കയിൽ നിന്നും പശ്ചിമേഷ്യയിൽ നിന്നും കുടിയേറി വന്നവരുടെ സന്തതി പരമ്പരകൾക്ക് സാധിച്ചില്ല എന്ന വസ്തുത നിലനിന്നു. മുസ്ലിം സ്ത്രീകൾ വിവേചനം നേരിടുന്നതായി ചിത്രീകരിച്ച് സിനിമയെടുത്ത തിയോഡോർ വാൻഗോഗ് വധിക്കപ്പെട്ടത് ഇത്തരം അസഹിഷ്ണുതയുടെ ബഹിർസ്ഫുരണമായിരുന്നു. അസർബൈജാൻ, ഇന്തോനേഷ്യ, തജിക്കിസ്ഥാൻ, പെറു. സഞ്ചാരം വോളിയം നമ്പർ 14. ഫുൾ HD-യിലുള്ള ഈ അപൂർവ ദൃശ്യയാത്രാ വിവരണ ശേഖരം സ്വന്തമാക്കാൻ 99544422 എന്ന നമ്പറിലേക്ക് സഞ്ചാരം എന്ന് SMS ചെയ്യൂ. പാരീസിൽ സെയിന്റ് ആംബ്രോസ് നെയ്ബർഹുഡിലുള്ള റൂ നിക്കോളാസ് അപ്പേർട്ടിലാണ് ഷാർലി എബ്ദോയുടെ ഓഫീസ്. 2015 ജനുവരി 7 ബുധനാഴ്ച രാവിലെ 10:30 അവിടെ എഡിറ്റോറിയൽ മീറ്റിംഗ് ആരംഭിച്ചു. 11 അടുത്തുള്ള മറ്റൊരു കെട്ടിടത്തിലേക്ക് 2 ആയുധധാരികൾ അതിക്രമിച്ചു കയറി. ഷാർലിയുടെ ഓഫീസ് ഇതാണോ എന്ന് ചോദിച്ചു. അതല്ലെന്ന് മനസ്സിലായപ്പോൾ അവർ അവിടെ നിന്നിറങ്ങി. ഷാർലിയുടെ യഥാർത്ഥ ഓഫീസിലേക്ക് വന്നു. ഓഫീസിന് പുറത്തു നിന്നിരുന്ന കോറിൻ റേ എന്ന കാർട്ടൂണിസ്റ്റിനെ അക്രമികൾ തോക്കുചൂണ്ടി ഭീഷണിപ്പെടുത്തി. ഓഫീസിലെ ഇലക്ട്രോണിക് ഡോറിന്റെ പാസ്കോഡ് മനസ്സിലാക്കി. അകത്തുകയറിയ 2 തോക്കുധാരികളും തുരുതുര വെടിവെക്കാൻ തുടങ്ങി. ഫ്രെഡറിക് ബോസോ എന്ന മെയിന്റനൻസ് ജീവനക്കാരനായിരുന്നു ആദ്യത്തെ ഇര. റിസപ്ഷൻ ഡെസ്കിൽ ഇരിക്കുമ്പോഴാണ് അദ്ദേഹം വെടിയേറ്റ് മരിക്കുന്നത്. കാർട്ടൂണിസ്റ്റ് കോറിൻ റേയെ അക്രമികൾ വീണ്ടും തോക്ക് ചൂണ്ടി ഭീഷണിപ്പെടുത്തി എഡിറ്റോറിയൽ മീറ്റിംഗ് നടക്കുന്ന 2ാം നിലയിലെ മുറിയിൽ കടന്നു. 15 പേർ അവിടെ ഉണ്ടായിരുന്നു. താഴത്തെ നിലയിലെ വെടിയൊച്ച അവർ കേട്ടെങ്കിലും ആരോ പടക്കം പൊട്ടിക്കുന്നതാവും എന്നാണ് കരുതിയത്.
മുറിയിൽ കയറിയയുടൻ അക്രമികൾ രണ്ടുപേരും തുരുതുരാ വെടിവെച്ചു. 10 മിനിറ്റോളം വെടിവയ്പ് തുടർന്നു. എല്ലാവരുടെയും തലയ്ക്കാണ് വെടിവെച്ചത്. ആ മുറിയിലുണ്ടായിരുന്ന 10 പേർ മരിച്ചു. ഒരു ഡെസ്കിനടിയിൽ കയറി ഒളിച്ചതിനാൽ കോറിൻ റേ രക്ഷപ്പെട്ടു. അവിടെയുണ്ടായിരുന്ന മറ്റു 2 സ്ത്രീകളിൽ ഒരാൾ കൊല്ലപ്പെട്ടു. കൂട്ടക്കൊലയിൽ ആകെ 12 പേരാണ് മരിച്ചത്. ഷാർലി ഓഫീസ് കെട്ടിടത്തിന് താഴെ റോഡിലുണ്ടായിരുന്ന പോലീസ് ഓഫീസറും കൊല്ലപ്പെട്ടു. കൂട്ടക്കൊല നടത്തി പുറത്തിറങ്ങിയ അക്രമികൾ ഇദ്ദേഹത്തെ കണ്ട് വെടിവെക്കുകയായിരുന്നു. ഷാർലി എബ്ദോ പബ്ലിക്കേഷൻ ഡയറക്ടർ സ്റ്റെഫാനി ഷാർബോണിയെ, കാർട്ടൂണിസ്റ്റുകളായ ഷീൻ കാബ്യൂ, ഫിലിപ്പ് ഹോണർ, ബെർണാഡ് ബേൾഹാക്ക്, ജോർജ് പോളിൻസ്കി, കോളമിസ്റ്റുകളായ എൽസ കായാട്ട്, ബെർണാഡ് മാരി, കോപ്പി എഡിറ്റർ മുസ്തഫ ഗുറാത്ത് എന്നിവരാണ് കൊല്ലപ്പെട്ട ജേർണലിസ്റ്റുകൾ. 47 വയസ്സ് മുതൽ 80 വയസ്സുവരെയായിരുന്നു ഇവരുടെ പ്രായം. ഷാർലി ഓഫീസിൽ സന്ദർശനത്തിന് വന്ന മൈക്കിൾ റീനോങ് എന്ന ട്രാവൽ റൈറ്ററും അക്രമികളുടെ തോക്കിനിരയായി. പ്രൊട്ടക്ഷൻ സർവീസ് പോലീസ് ഓഫീസർ ഫ്രാങ്ക് ബ്രിൻ സോലറോയും കൊല്ലപ്പെട്ടു. വെടിയേറ്റ 3 ജേർണലിസ്റ്റുകൾ മരണത്തെ അതിജീവിച്ചു. മുറിയിലുണ്ടായിരുന്ന 4 പേർ വെടിയേൽക്കാതെ രക്ഷപ്പെട്ടു. കൂട്ടക്കൊല നടന്ന സമയത്ത് ജീവനക്കാർ പലരും ഓഫീസിൽ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് മരണസംഖ്യ കുറഞ്ഞു. ഷാർലി എബ്ദോയെ ഞങ്ങൾ കൊന്നു എന്ന് വിളിച്ചു പറഞ്ഞുകൊണ്ടാണ് അക്രമികൾ രക്ഷപ്പെട്ടത്. ഒരു കാർ തട്ടിയെടുത്തായിരുന്നു അവരുടെ യാത്ര. രക്ഷപ്പെടുന്നതിനിടയിൽ ഒരു വഴിയാത്രക്കാരനെ ഇടിച്ചിടുകയും തടയാൻ ശ്രമിച്ച പോലീസുകാർക്ക് നേരെ വെടിവെക്കുകയും ചെയ്തു. പ്രതികൾക്ക് വേണ്ടി പോലീസ് വ്യാപകമായ തെരച്ചിൽ ആരംഭിച്ചു. അക്രമികൾ തട്ടിയെടുത്ത് വഴിയിൽ ഉപേക്ഷിച്ച കാറിൽ നിന്ന് അവരിൽ ഒരാളുടെ തിരിച്ചറിയൽ കാർഡ് ലഭിച്ചു. ഇതിന്റെ അടിസ്ഥാനത്തിൽ സ്ട്രാസ്ബർഗിലെയും റിംസിലെയും അപ്പാർട്ട്മെന്റുകളിൽ പോലീസ് പരിശോധന നടത്തി. 34-കാരനായ സെയ്ദ് ഖ്വാഷി, 32-കാരനായ സഹോദരൻ ഷെരീഫ് ഖ്വാഷി എന്നിവരാണ് കൊലയാളികളെന്ന് തിരിച്ചറിഞ്ഞു. ഇവരുടെ സുഹൃത്തുക്കളും ബന്ധുക്കളുമായ 7 പേരെ കസ്റ്റഡിയിലെടുത്തു. അൾജീരിയൻ കുടിയേറ്റക്കാർക്ക് പാരീസിൽ ജനിച്ച പുത്രന്മാരാണ് സെയ്ദും ഷെരീഫും. അമ്മ ആത്മഹത്യ ചെയ്തതുമൂലം ഇവർ ചെറുപ്പം മുതൽ അഗതി മന്ദിരത്തിലാണ് വളർന്നത്. പാരീസിലെ ഒരു ഗുണ്ടാസംഘത്തിൽ ചേർന്ന ഷെരീഫ് ഇറാഖിൽ അൽ ഖ്വയ്ദ തീവ്രവാദിയായി പോകുന്നതിന് പട്ടാള രീതിയിലുള്ള പരിശീലനം നേടി. സിറിയയിലേക്ക് കടക്കാൻ ശ്രമിക്കുന്നതിനിടെ 2005 ജനുവരിയിൽ അറസ്റ്റിലായി. ജയിലിൽ വെച്ച് പല കൊടും കുറ്റവാളികളുമായും തീവ്രവാദികളുമായും പരിചയപ്പെട്ടു. ജയിലിൽ നിന്നിറങ്ങിയ ഷെരീഫ് വിവാഹം കഴിക്കുകയും പാരീസ് പ്രാന്തത്തിലുള്ള ഒരു മത്സ്യച്ചന്തയിൽ ജോലി നേടുകയും ചെയ്തു. അൽ സർക്കാവി തീവ്രവാദ ഗ്രൂപ്പിനു വേണ്ടി ഇറാഖിലേക്ക് ആളുകളെ റിക്രൂട്ട് ചെയ്തതിന് ഷെരീഫ് 2008 മാർച്ചിൽ വീണ്ടും അറസ്റ്റിലായി. ഇതിനിടെ സഹോദരൻ സെയ്ദും ജയിലിലെത്തി. ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയ സെയ്ദ് അറബി ഭാഷ പഠിക്കാൻ യമനിലേക്ക് പോയി. അവിടെ ഏതാനും മാസം അൽ ഖ്വയ്ദയിൽ നിന്ന് ഭീകരപ്രവർത്തന പരിശീലനം നേടി. ഷാർലി എബ്ദോയിൽ ആക്രമണം നടത്തുന്ന സമയത്ത് സെയ്ദ് ഭാര്യയോടും കുട്ടികളോടുമൊപ്പം റീംസ് നഗരത്തിൽ താമസിക്കുകയായിരുന്നു. ആക്രമണത്തിന്റെ പിറ്റേന്ന് രാവിലെ 10:30 പ്രതികൾ പാരീസിന് വടക്ക് കിഴക്കുള്ള ഐനിൽ ഉള്ളതായി സൂചന ലഭിച്ചു. ഇവർക്കായി തെരച്ചിൽ നടത്തുന്നതിന് സായുധ സേനയെ നിയോഗിച്ചു. പ്രതികൾ ലോങ് പോണ്ട് വില്ലേജിന് സമീപം ഒരു പെട്രോൾ സ്റ്റേഷൻ കൊള്ളയടിച്ച ശേഷം തങ്ങളുടെ കാർ ഉപേക്ഷിച്ച് സമീപത്തെ വനത്തിൽ ഒളിച്ചു. 130 ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയുള്ള വനത്തിൽ പരിശോധന നടത്തിയെങ്കിലും പ്രതികളെ കിട്ടിയില്ല.
ജനുവരി 9 രാവിലെ പ്രതികൾ ക്രിപ്പി എൻവാലോ ടൗണിന് സമീപത്ത് നിന്ന് ഒരു പ്യൂഷോ കാർ തട്ടിയെടുത്തു. പോലീസ് അവരെ പിന്തുടർന്നു. പോലീസ് വാഹനങ്ങൾ അടുത്തെത്തിയപ്പോൾ പ്രതികൾ അവർക്കുനേരെ വെടിവെച്ച ശേഷം കാറിൽ നിന്നിറങ്ങി ഓടി രക്ഷപ്പെട്ടു. പ്രതികൾ ആ പ്രദേശത്തെ ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റിലുള്ള ഒരു കമ്പനിയുടെ ഓഫീസിലേക്ക് ഓടിക്കയറി. കമ്പനി ഉടമ മിഷേൽ കറ്റലാനോയും ഒരു ജീവനക്കാരനും മാത്രമേ അപ്പോൾ അവിടെ ഉണ്ടായിരുന്നുള്ളൂ. ജീവനക്കാരനോട് പോയി ഒളിക്കാൻ പറഞ്ഞ ശേഷം കറ്റലാനോ തനിയെ ഓഫീസിലിരുന്നു. ഓഫീസിൽ താൻ മാത്രമേയുള്ളൂ എന്നാണ് അദ്ദേഹം പ്രതികളോട് പറഞ്ഞത്. നേരത്തെ പോലീസുമായി നടന്ന വെടിവയ്പിൽ സെയ്ദിന്റെ കഴുത്തിൽ പരിക്കേറ്റിരുന്നു. ഒളിച്ചിരുന്ന ജീവനക്കാരൻ മൊബൈലിലൂടെ വിവരങ്ങൾ പോലീസിന് കൈമാറി. പോലീസ് എത്തി സ്ഥലം വളഞ്ഞു. വൈകുന്നേരം 4:30 പ്രതികൾ ഒളിച്ചിരുന്ന കെട്ടിടത്തിന് സമീപം 3 സ്ഫോടനങ്ങളുണ്ടായി. അല്പം കഴിഞ്ഞപ്പോൾ പ്രത്യേക പോലീസ് സംഘം കെട്ടിടത്തിന് മുകളിൽ കയറി. സമീപത്ത് ഒരു ഹെലികോപ്റ്ററും ലാൻഡ് ചെയ്തു. പോലീസ് അകത്തു കയറും മുമ്പ് പ്രതികൾ ഇരുവരും കെട്ടിടത്തിൽ നിന്ന് പുറത്തേക്കോടി വെടിവയ്പ് തുടങ്ങി. പോലീസ് തിരിച്ചു വെടിവെച്ചു. സെയ്ദു കാഷിയും ഷെരീഫ് കാഷിയും പോലീസിന്റെ വെടിയേറ്റ് മരിച്ചു. ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റിലെ കെട്ടിടത്തിൽ സംഘർഷം തുടരുമ്പോൾ പ്രതികളുടെ പരിചയക്കാരനായ അമേദി കൂലിബാലി എന്ന മറ്റൊരു തീവ്രവാദി കിഴക്കൻ പാരീസിലെ പോർട്ടദെ വിൻസെനസിലുള്ള ഒരു സൂപ്പർ മാർക്കറ്റിൽ കയറി 4 യഹൂദരെ കൊല്ലുകയും 15 പേരെ ബന്ദികളാക്കുകയും ചെയ്തു. ഖ്വാഷി സഹോദരന്മാരെ ഒന്നും ചെയ്യരുതെന്നായിരുന്നു ഇയാളുടെ ആവശ്യം. പോലീസ് സൂപ്പർ മാർക്കറ്റിലേക്ക് ഇരച്ചു കയറി അക്രമിയെ വധിച്ചു. ബന്ദികളെ സ്വതന്ത്രരാക്കി. ഷെരീഫ് ഖ്വാഷിയുടെ ഭാര്യ സഹോദരനായ 18-കാരൻ ഷാർലി എബ്ദോ കൂട്ടക്കൊലയിൽ 3-ാം പ്രതിയാണെന്ന് പോലീസ് സംശയിച്ചിരുന്നു. പ്രതികൾ രക്ഷപ്പെട്ട കാർ ഓടിച്ചത് ഇയാളാണെന്നായിരുന്നു നിഗമനം. എന്നാൽ ജനുവരി 7 പോലീസ് സ്റ്റേഷനിൽ സ്വയം ഹാജരായ ഇയാൾ കൂട്ടക്കൊല നടന്ന സമയത്ത് താൻ ക്ലാസ്സിലായിരുന്നെന്ന് മൊഴി നൽകി. ഇയാൾ ക്ലാസ്സിലുണ്ടായിരുന്നെന്ന് സഹപാഠികളും പറഞ്ഞു. 2 ദിവസത്തിനു ശേഷം ഇയാളെ വിട്ടയച്ചു. കൂട്ടക്കൊല ആസൂത്രണം ചെയ്യുന്നതിൽ ഒരു പ്രധാന പങ്ക് വഹിച്ച അബൂ ഹംസ എന്ന പീറ്റർ ഷെരീഫിനെ 2018 ഡിസംബറിൽ അറസ്റ്റ് ചെയ്തു. ഖ്വാഷി സഹോദരന്മാരുടെ സുഹൃത്തായിരുന്ന ഇയാൾ പോലീസിന്റെ കണ്ണുവെട്ടിച്ച് മുങ്ങി നടക്കുകയായിരുന്നു. ഷാർലി കൊലയാളികളെ സഹായിച്ചതിന് 14 പേർ വിചാരണ നേരിട്ടു. 14 പേരും കുറ്റക്കാരാണെന്ന് കോടതി വിധിച്ചു. ഫ്രഞ്ച് ജനത ഒന്നടങ്കം ഭീകരതയ്ക്കെതിരെ കൈകോർക്കുന്നതിന് ഷാർലി എബ്ദോ കൂട്ടക്കൊല വഴിയൊരുക്കി. 2015 ജനുവരി 11 പാരീസിൽ നടന്ന ഐക്യദാർഢ്യ റാലിയിൽ 20 ലക്ഷം പേരാണ് പങ്കെടുത്തത്. ഫ്രാൻസിന്റെ ഇതര ഭാഗങ്ങളിൽ നടന്ന പ്രകടനങ്ങളിൽ 37 ലക്ഷം പേർ പങ്കുചേർന്നു. എന്നാൽ തീവ്രവാദികൾ ഇതുകൊണ്ടൊന്നും അടങ്ങിയില്ല. കൂട്ടക്കൊലയുടെ 1-ാം വാർഷിക ദിനമായ 2016 ജനുവരി 7 ട്യൂണീഷ്യക്കാരനായ ഒരു അഭയാർത്ഥി പാരീസിലെ ഒരു പോലീസ് സ്റ്റേഷൻ ആക്രമിച്ചു. പോലീസ് അയാളെ വെടിവെച്ചു കൊന്നു. ഷാർലി എബ്ദോ കൂട്ടക്കൊലയിലെ ഇരകളെ അനുസ്മരിക്കാനായി 2015 ഫെബ്രുവരി 14 ഡെൻമാർക്കിലെ കോപ്പൻഹേഗനിൽ സംഘടിപ്പിച്ച പരിപാടിക്ക് നേരെ ആക്രമണമുണ്ടായി. 2 പേർ മരിക്കുകയും 5 പോലീസുകാർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. ഇതിലെ പ്രതിയായ അബ്ദുൽ ഹമീദ് അൽ ഹുസൈനെ പിറ്റേന്ന് പോലീസ് വെടിവെച്ചു കൊന്നു. 2015 മെയ് 3 അമേരിക്കയിലെ ടെക്സസിൽ ഷാർലി എബ്ദോ അനുസ്മരണാർത്ഥം നടത്തിയ കാർട്ടൂൺ പ്രദർശനത്തിന് നേരെയും ആക്രമണമുണ്ടായി. ആക്രമണം നടത്തിയ 2 പേരെയും പോലീസ് വെടിവെച്ചു കൊന്നു.
കൂട്ടക്കൊലയെ അതിജീവിച്ച സ്റ്റാഫ് അംഗങ്ങൾ ഷാർലി എബ്ദോയുടെ പ്രസിദ്ധീകരണം തുടർന്നു. ആഴ്ചയിൽ സാധാരണ 60,000 കോപ്പിയാണ് പ്രിന്റ് ചെയ്തിരുന്നത്. അതിൽ ഏകദേശം 35,000 കോപ്പികൾ വിറ്റുപോകും. എന്നാൽ കൂട്ടക്കൊലയ്ക്ക് ശേഷം ഇറങ്ങിയ ആദ്യ ലക്കം പ്രിന്റ് ചെയ്തത് 79.5 ലക്ഷം കോപ്പികളാണ്. 6 ഭാഷകളിലായി ഇറങ്ങിയ ഈ ലക്കം ഫ്രാൻസിന് പുറത്തും വിറ്റു. കൂട്ടക്കൊലയിൽ അറസ്റ്റിലായ പ്രതികളുടെ വിചാരണ ആരംഭിക്കുന്നതിന് മുമ്പായി വിവാദ കാർട്ടൂണുകൾ ഷാർലി എബ്ദോ വീണ്ടും പ്രസിദ്ധീകരിച്ചു. എല്ലാം ഇതിന്റെ പേരിലാണ് എന്നൊരു അടിക്കുറിപ്പും കൂടെയുണ്ടായിരുന്നു.